ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സ്വീറ്റ് കോണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ ഈസിയാണ്. നമ്മൾ മോളുകളിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും. അതിന് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് സ്വീറ്റ് കോൺ അവൈലബിൾ ആണ്. സോ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ സ്വീറ്റ് കോൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഫ്രോസൺ ആയിട്ടും കിട്ടും, അല്ലാതെ നമുക്ക് ബോയിൽ ചെയ്തതും കിട്ടും, അല്ലാതെ ഇങ്ങനെ വാങ്ങാനും കിട്ടും. ഞാനിപ്പോൾ ഇത് പച്ചയായിട്ട് തന്നെ വാങ്ങിയതാണ്. നമുക്കതൊരു കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാനുണ്ട്. നമുക്കത് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുമ്പോൾ ഒരു നല്ലൊരു മണം വരും. നമുക്ക് മോളുകളിലൊക്കെ പോയാൽ അങ്ങനൊരു സ്മെല്ല് നമുക്ക് കിട്ടും. അപ്പോൾ തന്നെ നമുക്കറിയാം ഇത് വെന്തിട്ടുണ്ട് എന്നുള്ളത്. സോ നമുക്ക് വെന്ത് കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പം നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഏകദേശം ഇത് വെന്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഓപ്ഷണലാണ്. നമുക്ക് മോളിലത്തെ അതേ ടേസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് ഓയിലാണെങ്കിലും മതി. ബട്ടർ മെൽറ്റായി വന്നാൽ നമുക്കതിലോട്ട് ഈ കോൺ ആഡ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. വെളിച്ചെണ്ണയിൽ ഒരിക്കലും ചെയ്യരുത്. വെജിറ്റബിൾ ഓയിലിൽ മാത്രം ചെയ്താൽ മതി, ബട്ടർ ഇല്ലാത്തവർ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിൽ ചേർക്കാനുള്ള പൊടികളെല്ലാം ചേർക്കാം. ഇങ്ങനെ കഴിക്കാൻ തന്നെ വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു മധുരവും ബട്ടറിൻ്റെ ഫ്ലേവറും എല്ലാം കൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. ഇങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ, ഉപ്പൊന്നും ചേർക്കാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് പച്ചയായിട്ടും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത് വെറുതെ കഴിക്കാൻ തന്നെ. പിന്നെ ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് പോരെങ്കിൽ പിന്നെ ചേർക്കാം. ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അതിലോട്ട് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല സ്പൈസി വേണമെന്നുള്ളവർക്ക് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് ചാറ്റ് മസാല ഓപ്ഷണലാണ്. ഉള്ളവർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു ഹാഫ് ലെമൺ ജ്യൂസാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഒരുപാട് പുളി വേണ്ട എന്നുള്ളവർക്ക് കുറച്ച് ചേർത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമില്ലാന്ന് തോന്നി. എനിക്ക് നന്നായിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുട്ടികൾക്കായതുകൊണ്ടാണ് ഇതിൽ വേറൊന്നും ചേർക്കാത്തത്. ഇല്ലെങ്കിൽ നമുക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ചുകൂടെ സ്പൈസിക്ക് വേണ്ടി മുളക് പൊടി കുറച്ച് നന്നായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.